PM ശ്രീ പദ്ധതി മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് നൽകേണ്ട കത്തിന്റെ കരട് സർക്കാർ തയ്യാറാക്കി കഴിഞ്ഞു. മുഖ്യമന്ത്രി കണ്ട ശേഷം ചീഫ് സെക്രട്ടറി കത്ത് കേന്ദ്ര സർക്കാരിന് കൈമാറും. മന്ത്രിസഭാ യോഗ തീരുമാനം കേന്ദ്രത്തെ ഇന്നോ നാളെയോ അറിയിക്കും. വിജിൻ വായാന്തോട് വിശദാംശം നൽകും. വിജിൻ, അങ്ങനെയെങ്കിൽ എടുത്ത തീരുമാനം എന്ന് വെച്ചാൽ അതിൽ ഒപ്പിട്ട തീരുമാനം മരവിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനം കേന്ദ്രത്തിന് കത്ത് നൽകുകയാണ്. എന്ന് വെച്ചാൽ ഒരു സ്ട്രോങ് പൊസിഷനിലേക്ക് വിഷയത്തിൽ സംസ്ഥാനം പോകുന്നു എന്നതാണ്. അപ്പോൾ നിലവിൽ ഖത്തറിലാണ് മുഖ്യമന്ത്രി ഉള്ളത്. മുഖ്യമന്ത്രി വന്നതിന് ശേഷമാണോ ഈ കരട് അദ്ദേഹത്തെ കാണിക്കുക? അത് കാണിച്ചതിന് ശേഷം നേരെ കേന്ദ്രത്തിന് അയക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ നീക്കങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ പോകുന്നത്? എങ്ങനെയാണ് ഇങ്ങനെ ഒരു മരവിപ്പിക്കൽ നടപടിയിലേക്ക് സംസ്ഥാനം കടക്കുന്നത്? മുഖ്യമന്ത്രി എത്തിയ ശേഷം മുഖ്യമന്ത്രിയെ ഈ കരട് കാണിച്ച ശേഷമായിരിക്കും കേന്ദ്രത്തിന് കത്ത് കൈമാറുക. ഒപ്പം തന്നെ പ്രധാനമായും എടുത്തു കാണേണ്ട ഒരു കാര്യം, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവും ഒപ്പം തന്നെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും ചേർന്നാണ് ഈ MOU നേരത്തെ ഒപ്പിട്ടിരുന്നത്. പക്ഷേ കത്ത് കൈമാറുക പൊതുവിദ്യാഭ്യാസ വകുപ്പല്ല, സംസ്ഥാന ചീഫ് സെക്രട്ടറിയാണ് കത്ത് കൈമാറാൻ പോകുന്നത്. ആ കത്ത് തയ്യാറാക്കിയിരിക്കുന്നു. കത്തിൽ ഒപ്പിടുകയും ചെയ്യുക ചീഫ് സെക്രട്ടറിയാണ്. സംസ്ഥാന സർക്കാരിന്റെ മന്ത്രിസഭയുടെ ഒരു തീരുമാനമായാണ് അത് കേന്ദ്ര സർക്കാരിനെ അറിയിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒരു കത്തിൽ ഒപ്പിട്ട രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ഒരു കത്തല്ല പുതുതായി കൊടുക്കാൻ, MOUയിൽ ഒപ്പിട്ട രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ഇടപാടല്ല ഇനി നടക്കാൻ പോകുന്നത്. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള നേരിട്ടുള്ള സെക്രട്ടറി തലത്തിലുള്ള ഒരു നടപടിയിലേക്കാണ് സംസ്ഥാന സർക്കാർ ഈ മരവിപ്പിക്കൽ കരാർ രൂപീകരിച്ച് അത് നൽകാൻ പോകുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇന്നോ നാളെയോ കത്ത് കൈമാറും എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. അതിൽ കത്തിൽ പറയുന്നത്, ഒന്ന്, നിലവിലെ വ്യവസ്ഥകൾ അതിന്റെ നിബന്ധനകൾ ഒക്കെ പാലിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് മന്ത്രിസഭ നയപരമായ ഒരു തീരുമാനത്തിന്റെ ഭാഗമായി ഈ നടപടികൾ നിർത്തിവെക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതിന്റെ ഭാഗമായി ഈ താൽക്കാലികമായി ഈ പദ്ധതി മരവിപ്പിക്കുകയാണ് എന്നുള്ള വിവരം അറിയിക്കുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ ഈ നിബന്ധനകളിൽ ഇളവ് വേണം എന്നുള്ള കാര്യം കൂടി ആവശ്യപ്പെടുന്നു. തുടർ നടപടികൾ ഇപ്പോൾ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകില്ല എന്ന കാര്യമാണ് നിലവിൽ കത്തിൽ അറിയിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അത്തരം ഡ്രാഫ്റ്റാണ് നിലവിൽ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. എന്തായാലും ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച വിഷയത്തിൽ കഴിഞ്ഞ മന്ത്രിസഭാ യോഗമാണ് CPIയെ ഒരു അനുനയത്തിലേക്ക് എത്തിച്ച ശേഷം ഇങ്ങനൊരു തീരുമാനമെടുത്തത്. ഒപ്പം തന്നെ ഉപസമിതി ഉൾപ്പെടെ രൂപീകരിച്ചിട്ടുണ്ട്. തുടർ നടപടികൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന കാര്യത്തിൽ ഉപസമിതിയാണ് തീരുമാനിക്കുക. അതിൽ 2 CPI മന്ത്രിമാർ, രാജനും ഒപ്പം തന്നെ P പ്രസാദും ഉൾപ്പെടുന്ന 7 അംഗ മന്ത്രിസഭാ ഉപസമിതിയാണ് ഇതിൽ നിലനിൽക്കുന്നത്. അങ്ങനെ ആ മന്ത്രിസഭാ ഉപസമിതി കൂടി ചേർന്ന് തീരുമാനമെടുത്തായിരിക്കും ഇനി ഏത് തരത്തിൽ മുന്നോട്ട് പോകണമെന്ന കാര്യമൊക്കെ നിശ്ചയിക്കുക. എന്തായാലും നിലവിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ തങ്ങൾ കരാറിൽ നിന്ന് താൽക്കാലികമായി പിന്മാറുകയാണ് എന്ന് കാണിച്ചുള്ള കത്ത് ഉടൻ കൈമാറാനാണ് സർക്കാർ നീക്കം നടത്തുന്നത്.